ഹായ് എവരി വൺ. എല്ലാവരും കളി കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു 12:30 നമ്മൾ കിക്ക് ഓഫ് ചെയ്ത കളിയാണ്. വളരെ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇൻറ്റൻറ്റ് വളരെ ക്ലിയർ ആയിരുന്നു. എനിക്ക് ഇന്നലത്തെ കളിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും പോസിറ്റീവ്സ് ആണ്. എനിക്ക് സീസണിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നല്ല ബിഗിനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രീ സീസണിൽ നമ്മൾ കളിച്ചു, പക്ഷേ ഇഞ്ചുറീസ് കാരണം അല്ലെങ്കിൽ നമ്മുടെ കളിക്കാരൊന്നും കറക്റ്റ് സമയത്ത് തിരിച്ച് എത്താത്തത് കൊണ്ടൊന്നും നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് 11 ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ട്രാൻസ്ഫേഴ്സ് ഇപ്പോഴാണ് ഡെലിറ്റും മസറാവിയൊക്കെ വന്നത്. മസറാവി സ്റ്റാർട്ട് ചെയ്തു, അത് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിൾ. ഞാൻ ഡെലിറ്റ് സ്റ്റാർട്ട് ചെയ്യും, മസറാവി സബ്ബായിട്ട് വല്ലതും കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മസറാവി സ്റ്റാർട്ട് ചെയ്തു. മസറാവിയെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് പ്രോപ്പർ റൈറ്റ് ബാക്ക് സത്യം പറഞ്ഞില്ലായിരുന്നു. ഡാലോ കളിക്കുമ്പോഴും ഈവൻ വാൻബസാക്ക കളിക്കുമ്പോഴും മസറാവി കളിക്കുമ്പോഴും ഉള്ള ഡിഫറൻസ് നന്നായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. വാൻബസാക്ക കളിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, വാൻബസാക്ക കളിക്കുമ്പോൾ പുള്ളിക്കാരനൊരു ബാലൻസ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പുള്ളിക്ക് കാലിൻ്റെ നീട്ടം കൂടുതലായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പുള്ളി ഒരു ബാലൻസ് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അറ്റാക്കിങ്ങിൽ പോകുമ്പോഴും ഡിഫൻസിൽ പോകുമ്പോഴും. പിന്നെ പുള്ളി നന്നായിട്ട് സ്ലൈഡ് ടാക്കിൾ ചെയ്യുക, അതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നത് പുള്ളി ഇത്രയും നാൾ നമുക്ക് ഒരു പ്ലെയറായിട്ട് നമ്മൾ നിന്നത്. പുള്ളി കുറേ ഡ്യൂവൽസൊക്കെ വിൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഒരു യുണൈറ്റഡിൻ്റെ ഒരു അറ്റാക്കിംഗ് ഫിലോസഫി, ഈവൻ ഒരു ഡിഫൻസിങ് ഫിലോസഫി വെച്ചിട്ട് പോലും നമുക്ക് വാൻബസാക്ക പോലെ ഒരു പ്ലെയറിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും മാക്സിമം അദ്ദേഹത്തിന് കൊടുത്തത് എന്തായാലും ഒരു നല്ല ഓപ്ഷനാണ്. പകരം കൊണ്ടുവന്ന ആൾ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പം മസറാവിയെ ഇന്നിപ്പം സെർക്സി ഗോളടിച്ചതുകൊണ്ടും പിന്നെ ബ്രൂണോയും കസമിറോയൊക്കെ ആയിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ മസറാവി എന്ന പ്ലെയറിനെ നമ്മൾ വളരെയധികം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ ബാലൻസ്, പുള്ളി തരുന്ന ഒരു ബാലൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്ര അറ്റാക്കിങ് എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള അറ്റാക്കിങ് വളരെ കുറവായിരുന്നു. സാധാരണ ഗതിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാലും ലെഫ്റ്റ് സൈഡ് വിട്ടിട്ട് റൈറ്റ് സൈഡിൽ കൂടെയാണ് മാക്സിമം നമ്മൾ അറ്റാക്ക് വരാറ്. പക്ഷേ ഇന്നലെ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡ് സോൾഡ് ആയിരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ വലിയ അറ്റാക്കൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ ഒന്ന് രണ്ട് അറ്റാക്കുകൾ വരുന്നുണ്ടായിട്ട് അതല്ലാതെ അത് പുള്ളിക്കാരൻ അവിടെ ഇല്ല. അവിടെ ഉള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു വളരെ നല്ല ഡിഫെൻസീവ് ഡ്യൂളായിരുന്നു. പിന്നെ പുള്ളി അറ്റാക്കിംഗ് വൈസും നല്ല പാസിങ്, നല്ല ഒരു പ്രോപ്പർ കട്ട് ചെയ്തിട്ടുള്ളൊരു ത്രൂ ആയിട്ടുള്ള പാസ് കൊടുക്കാൻ കറക്റ്റ് ഫൈനൽ ബോർഡിലേക്ക് എത്തുന്ന രീതിയിൽ സെൻറ്റർ ഏരിയസ് നിന്നിട്ട് കറക്റ്റ് ഫൈനൽ തേർഡിലേക്ക് ഡയറക്റ്റ് ത്രൂ ആയിട്ട് വിങ്ങിലേക്കോ സെൻറ്റർ പോർഷനിലേക്കോ പാസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. സ്ട്രൈക്കേഴ്സിനെ ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ വിങ്ങേഴ്സിനെ ഫൗണ്ട് ചെയ്യാനും ക്രോസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് പുള്ളി ഒരു നല്ലൊരു കേപ്പബിൾ പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നു മസറാവി. ഡെലിറ്റിനെ പിന്നെ നമുക്ക് അധികം കാണാൻ കഴിഞ്ഞില്ല. ഡെലിറ്റ് വന്നത് എനിക്കൊന്ന് 83rd മിനിറ്റിൽ അങ്ങനെയാണ് ഡെലിറ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെലിറ്റിന് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടൊന്നും ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിറ്റ് വന്നപ്പോൾ നമ്മൾ ലീഡ് എടുത്തു എന്ന് തോന്നുന്നു. ലീഡ് എടുത്തതിന് ശേഷമാണ് ഡെലിറ്റ് വന്നതിന് ശേഷമാണ് ലീഡ് എടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഡെലിറ്റിന് വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട പെർഫോമൻസ് ശരിക്കും സിറക്സിയുടെ സൈനിങ്. ആദ്യം മുതൽ ഞാൻ പ്രീ സീസണിൽ എന്തുകൊണ്ട് സിറക്സി കളിച്ചില്ല, ഞാൻ എപ്പോഴും ചോദിച്ചു സിറക്സി കളിപ്പിക്കില്ല, ഇനി സബ്ബായിട്ട് എടുത്താനാണോ പരിപാടി, അല്ലെങ്കിൽ എന്താണ്. ഇപ്പോൾ പ്രീ സീസണിൽ തന്നെ എല്ലായിടും നമ്മൾ മൗണ്ട് അല്ലെങ്കിൽ ഇപ്പം ബ്രൂണോ ഇവരൊക്കെയാണ് സ്ട്രൈക്കേഴ്സായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് പ്രോപ്പർ നമ്പർ 9 ഇല്ലായിരുന്നു.
ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ കളിച്ച് ഇതുവരെ പ്രീ സീസണൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ഫസ്റ്റ് ഗെയിം തുടങ്ങുമ്പോൾ ഹോയ്ലൻഡിന് ഇഞ്ചുറി ഉണ്ട്. ഹോയ്ലൻഡ് ഫിറ്റല്ല, പ്രീ സീസണൊന്നും കളിച്ചിട്ടില്ല. പുതിയ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇഞ്ചോർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ആര് സ്ട്രൈക്കറായിട്ട് കളിക്കുക? സെർക്സിയെ കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരനൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. ഒരു കണക്കിന് സ്റ്റാർട്ട് ചെയ്യാത്തത് നന്നായി. കാരണം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സെറ്റ് ബാക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പുള്ളിയുടെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പുതിയ പ്ലെയറിനെ സ്ലോലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഒരു നല്ല ഫിലോസഫി. പക്ഷേ സെർക്സി ആൾ വന്നപ്പോൾ തന്നെ ഞാൻ പുള്ളിയുടെ കളി ശ്രദ്ധിച്ചപ്പോൾ പുള്ളി മറ്റ് പ്ലെയേഴ്സിനെ പോലെ അധികം ബോക്സിലേക്ക് റൺ ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ ബോക്സിൽ മാത്രം നിൽക്കുന്ന ആളല്ല. പുള്ളി എപ്പോഴും ഒരു ബോക്സിനും നമ്മുടെ മിഡ്ഫീൽഡിന് ഇടയ്ക്കുള്ള സ്പേസിലാണ് കൂടുതലും പുള്ളിക്കാരനെ കാണുന്നത്. അതാണ് ശരിക്കും നമ്മുടെ ഈവൻ ഹോയ്ലൻഡ് ആണെങ്കിൽ പോലും കൂടുതൽ സമയവും ബോക്സിനുള്ളിലാണ് കാണാറ്. നമ്മൾ അറ്റാക്കിംഗ് തേർഡിൽ വരുമ്പോൾ ബോക്സിനുള്ളിലാണ് കാണാറ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെർക്സി കുറച്ചുകൂടെ ഇങ്ങോട്ട് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കുക. പിന്നെ സെർക്സി പാസ് റിസീവ് ചെയ്യുന്ന കറക്റ്റ് പൊസിഷനിൽ എത്തുന്നുണ്ട്. ഇതിനു മുമ്പ് സെർക്സി ഗോളടിക്കുന്നതിന് മുമ്പ് തന്നെ ഗർനാച്ചോയുടെ ഒരു ബോളിൽ, ബ്രൂണോയുടെ ഒരു ബോളിൽ, ഈ രണ്ട് ഇതിലും സെർക്സി കറക്റ്റ് പൊസിഷനിലാണ്. പക്ഷെ അവർ രണ്ടുപേരും സെർക്സിക്ക് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രൂണോ ഡയറക്റ്റ് ഒരു ഷോട്ട് എടുത്തു. പക്ഷേ സെർക്സിയുടെ ആ സമയത്തുള്ള പൊസിഷനിങ് ഭയങ്കര കറക്റ്റായിരുന്നു. ഒരു ചെറിയൊരു ബെൻഡ് ചെയ്തുള്ള ഒരു പാസ് കൊടുത്തിരുന്നെങ്കിൽ, ലെഫ്റ്റിലേക്ക് ഒരു ബെൻഡ് ചെയ്തൊരു പാസ് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ലെഫ്റ്റ് ഫുട്ടിൽ, സെർക്സിയുടെ ലെഫ്റ്റ് ഫുട്ടിൽ കറക്റ്റ് വന്നു. പക്ഷെ അത് കൊടുത്തില്ല. നമുക്കിപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. നമുക്ക് ആര് കിട്ടിയാലും ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വരുത്താൻ സെർക്സിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഗർനാച്ചോയുടെ ക്രോസ് പുള്ളിക്കാരൻ സെർക്സി ഇൻറ്റൻറ്റ് ചെയ്ത് ക്രോസ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോക്സിലേക്ക് ഒരു ബോൾ ഇട്ടതാണ്. മക്ടോമിനിയോ സെർക്സി ആരെങ്കിലും ഷൂട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു ബോൾ ഇട്ടതായിരിക്കാം മിക്കവാറും. പക്ഷെ എന്നാലും അത് സെർക്സിയുടെ കാലിൽ കിട്ടി, എങ്ങനെയോ കിട്ടി. മക്ടോമിനിയുടെ നേരെയാണ് പോയത്. മക്ടോമിനിയുടെ അടുത്തെത്താത്ത ഭാഗ്യം. ചിലപ്പോൾ അറിയില്ല എന്ത് സംഭവിക്കുക, മക്ടോമിനിയുടെ അടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷെ സെർക്സി വളരെ നല്ലൊരു ഫിനിഷാണ് അത്. പുള്ളിയുടെ ടച്ച് കറക്റ്റായിരുന്നു. എങ്ങനെ അത് എടുത്തു എന്ന് ചിലപ്പോൾ ചെറിയ ഡൗട്ടുണ്ട്. കാരണം ഈ വരുന്ന ബോള് ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് കറക്റ്റ് പ്ലേസ് ചെയ്യണമല്ലോ. അത് ആ ആംഗിൾ കറക്റ്റ് കിട്ടണം, വോളിയിൽ ബോൾ എടുക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആ പൊസിഷനിങ്ങിൽ കറക്റ്റ് കിട്ടണം. അത് വളരെ സ്ലോ മോഷനിൽ നോക്കിയാൽ അറിയാം, നല്ലൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫിനിഷാണ് ആ ഒരു സെർക്സിയുടെ ഫിനിഷ് എന്ന് പറയുന്നത്. ആ ഒരു ഫെനസ് നമുക്കില്ലായിരുന്നു ഇത്രയും നാൾ. പണ്ടൊക്കെ നമ്മൾ ബെർബട്ടോവിലും വാനിസൽ റോയിലും ഒക്കെ കാണുന്ന മാതിരി, ഒരു കാന്റണയിലൊക്കെ കാണുന്ന മാതിരി ഒരു സോക്കോൾഡ് ഒരു ഫിനിഷ് കൊണ്ടുവരാനായിട്ട് സെർക്സിക്ക് കഴിയുന്നുണ്ട്. അത് ഭയങ്കര നല്ലൊരു പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു സെർക്സിക്ക് ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടും. എനിക്കിനി അറിയില്ല, ഇനി ടെൻ ഹാഗ് ഇപ്പോഴും ശരിക്കും എന്തിനാണ് അമാദിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലായില്ല. അമാദിനെ എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് എനിക്ക് അമാദ് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പുള്ളി ഒരുപാട് റൺസ്, ഞാൻ വിചാരിച്ചു അത് മൈനുമാണ് റൺ ചെയ്തതെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, അമാദ് റൈറ്റ് സൈഡിൽ കൂടെ നന്നായിട്ട് ഒരുപാട് ബോളുകൾ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒരുപാട് റൺസ് മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പാസസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ലിങ്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡുമായിട്ട്. പക്ഷേ എന്തിനാണ് അമാദിനെ മാറ്റിയെന്നറിയില്ല. റാഷ്ഫോർഡിൻ്റെ കാര്യം ഒരു ലയബിലിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ കളി. ബിക്കോസ് റാഷ്ഫോർഡ് എനിക്ക് ഒട്ടും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല റാഷ്ഫോർഡിൻ്റെ. കാരണം നമ്മളെ കളിയുടെ കളി നമ്മൾ ത്രൂഔട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഒണാന ബോൾ കളിച്ചിട്ട് നമ്മൾ സെൻറ്റർ മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് നമ്മൾ ബോൾ കൊണ്ടുവന്ന് കൗണ്ടർ അറ്റാക്കിങ്ങിലോ അല്ലെങ്കിൽ നമ്മളല്ലാതെ മൂവ്മെൻറ്റ്സിലോ ബോള് വിങ്ങിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് ഐദർ അമാദിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ റാഷ്ഫോർഡിലേക്ക് കൊടുക്കുക. സെൻറ്ററിൽ കൂടെ നമുക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ബേസിക്കലി നമ്മുടെ സ്ട്രാറ്റജി അത് പോരാ, ആ സ്ട്രാറ്റജി പോരാ. എന്നാലും ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രാറ്റജി വിങ്ങിലേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്ത് കയറി ഷൂട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും മിഡ്ഫീൽഡിലേക്ക് വീണ്ടും ഈ ബ്ലോക്കേജ് തീർന്നതിന് ശേഷം വീണ്ടും മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ
ആ ഒരു പ്ലേ എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. റാഷ്ഫോർഡിനൊക്കെ കൊടുക്കുമ്പോൾ റാഷ്ഫോർഡ് ഒന്നാമത്തെ കാര്യം, റാഷ്ഫോർഡ് ബോൾ കാലിലേക്ക് എടുത്തിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കളിക്കാനായിട്ട്. റാഷ്ഫോർഡ് പണ്ടൊക്കെ ആണെങ്കിൽ റാഷ്ഫോർഡ് ബോൾ കാലിൽ കിട്ടിയാൽ ഓടും, അറ്റ്ലീസ്റ്റ് കൊണ്ട് ഓടുകയെങ്കിലും ചെയ്യും. ഇപ്പം പുള്ളിക്കാരൻ ഓടാനും പുള്ളിക്കൊരു പേടി പോലെ. കാരണം വെച്ചാൽ എന്തോ പുള്ളി ലിങ്ക് പ്ലേ മോശമാണ്, അത് നന്നാക്കാൻ ശ്രമിക്കുന്ന ആവാം മിക്കവാറും. പക്ഷെ ലിങ്ക് പ്ലേ ഒന്നും നടക്കുന്നില്ല. ഒരു തീരെ ബുദ്ധിമുട്ടുള്ളൊരു കളിക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റാഷ്ഫോർഡ്. എനിക്ക് അറിയില്ല, പുള്ളിയാണെന്ന് തോന്നുന്നു ടോപ്പ് ഓണർ. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ടോപ്പ് ഓണർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പഴയ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, പഴയ ചേട്ടന്മാരുണ്ടല്ലോ, നമ്മുടെ ഗ്ലേസർമാരും അണ്ണന്മാരും ഒക്കെ കൊടുത്ത കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ എനിക്ക് അതേസമയം ജെർക്സി, അമാദ്, ഗർണാച്ചോ എന്ന ഒരു എക്സ്റ്റെൻറ്റ് വരെ, പിന്നെ അവരൊക്കെ പിന്നെയും ഫ്രീ ഫ്ലോയിങ് ആണ്, ഫ്ലൂയിഡായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. കാസമീറോ, ബ്രൂണോ, ഇവരൊക്കെ ഫ്രീ ആയിട്ട് ബോൾ കിട്ടിയ നെക്സ്റ്റ് അടുത്ത മൂവ്മെൻറ്റ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം റാഷ്ഫോർഡിന് ബോൾ കിട്ടുന്നുണ്ട്, നെക്സ്റ്റ് റാഷ്ഫോർഡിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബോൾ കിട്ടിയിട്ട് 2 സെക്കൻഡ് 3 സെക്കൻഡ് കാലിലെടുത്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കും, കൊള്ളാം, ഓക്കെ ഇങ്ങനെ 2 മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് അറിയാം, പ്രഡിക്റ്റബിളാണ്. ലെഫ്റ്റിലേക്ക് ഓടിക്കയറും, ഡിഫൻഡേഴ്സിന് പ്രഡിക്റ്റബിളാണ്. പുള്ളി അങ്ങോട്ട് പിടിച്ചാൽ മതി, പുള്ളി സെൻറ്ററിലോട്ടൊന്നും കട്ട് ചെയ്ത് കയറാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പുള്ളി പാസ് ചെയ്യാനും പോകുന്നില്ല എന്നൊക്കെ ഡിഫൻഡേഴ്സിന് അറിയാം. പുള്ളി അതും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചാലും പുള്ളി ചെയ്യാൻ പോകണത്രേ ഉള്ളൂ. നേരെ വിങ്ങിന്ന് ഇങ്ങനെ ഓടി നേരെ ഫ്ലാങ്ക്സിലേക്ക് ഓടി അങ്ങോട്ട് പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് 2-3 നെറ്റ് മഗ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് പുള്ളി ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം എല്ലാ ഡിഫൻഡേഴ്സിനും അറിയാം. അതുകൊണ്ട് പുള്ളിയുടെ ആ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ പുള്ളി റിഡൻഡൻ്റ് ആണ്. പുള്ളിയുടെ ഒരു മൂവ്മെൻറ്റും കളിയിലുണ്ടാവില്ല. പിന്നെ സെൻറ്ററിലോട്ട് പാസിംഗ് ഇല്ല, പിന്നെ അകത്തേക്ക് കയറിയുള്ള ഷൂട്ടെടുപ്പ് മാത്രമേ ഉള്ളൂ. അതിപ്പം പിന്നെ എല്ലാവരും നടക്കണില്ല. അത് എനിക്ക് തോന്നുന്നു ടെൻ ഹാഗ് അസിസ്റ്റൻറ്റ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചെന്ന് തോന്നുന്നു. ഒരുപാട് ക്രിറ്റിസിസം, സെൽഫിഷ് പ്ലേ ആണെന്നുള്ള ക്രിറ്റിസിസം വന്നപ്പം ടെൻ ഹാഗ് ആ ഒരു സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും ഒട്ടും ശരിയല്ല. എനിക്ക് റാഷ്ഫോർഡിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റാഷ്ഫോർഡ്, അമാദ് 100% കളിക്കാൻ യോഗ്യനായിരുന്നു. അമാദിനെ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. റാഷ്ഫോർഡ് അവിടെ ചുമ്മാ നിൽപ്പുണ്ട്, അയാളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. റാഷ്ഫോർഡ് ഒരു പാസ് കൊണ്ടുവന്നിട്ട് ഗർണാച്ചോയ്ക്ക് കൊടുത്തു, പക്ഷേ അത് ഗർണാച്ചോ ഫിനിഷ് ചെയ്തില്ല. എന്നാലും ഗർണാച്ചോ പിന്നെയും എന്തെങ്കിലുമൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഗർണാച്ചോ പിന്നെയും കുറേ കൂടെ ക്രിയേറ്റീവാണ്. റാഷ്ഫോർഡ് ഒട്ടും ക്രിയേറ്റീവ് അല്ല. അത് നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട്, ടീമായിട്ട് കളിക്കുമ്പോൾ നമുക്കതൊരു ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് ഞാൻ ചോദിക്കുന്നത് എപ്പോഴും ഈ റാഷ്ഫോർഡിന് എന്താണ് സബ് ചെയ്യാത്തത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് ഇപ്പോൾ റാഷ്ഫോർഡ് മോശമായിട്ട് കളിക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടീമിൽ? റാഷ്ഫോർഡിനെ സബ് ചെയ്യണം, സബ് ചെയ്ത് മാറ്റിയിട്ട് അടുത്ത ഗർണാച്ചോയെ ലെഫ്റ്റിൽ കളിപ്പിക്കുക, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അത് ടെൻ ഹാഗ് ചെയ്യില്ല. പിന്നെ അടുത്തത് നമ്മുടെ സെൻട്രലിലോട്ട് വരുമ്പം നമുക്ക് ഒരുപാട് മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ഇല്ല, അതറിയാമല്ലോ. നമ്മൾ ഇഞ്ചുറി ഒരു ഇഷ്യൂ ഉണ്ട്, പിന്നെ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് കുറവാണ്. പക്ഷേ ഉള്ള മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ഇപ്പോൾ കുറച്ച് അത്യാവശ്യം കളിക്കുന്നുണ്ട്. ദയവ് മെക്ടോമിനിയെ കളിപ്പിക്കരുത്, ആ ഒരു ഫേവറിറ്റിസം മതിയാക്കുക. ഇത് മെക്ടോമിനി എന്തിനാണ് വീണ്ടും കൊണ്ടുവന്ന് മെക്ടോമിനി ഇല്ലാതെ ഒരു കളിയെങ്കിലും നമ്മൾ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് ഇപ്പോൾ റാഷ്ഫോർഡിനെ പോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് മെക്ടോമിനി. എന്താണ് മെക്ടോമിനി ഓഫർ ചെയ്യുന്നത്? വാട്ട് ഈസ് യു ഓഫർ? എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, മെക്ടോമിനിയെ പോലൊരു പ്ലെയർ എങ്ങനെ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കാറില്ല, പാസിങ് മോശമാണ്. ഈവൻ ഹെഡർ ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വലിയായിട്ട് ഹെഡൊന്നും ചെയ്യുന്നത്. പിന്നെ ആകെപ്പാടെ മറ്റേ ലോട്ടറി അടിച്ച് ഗോൾ അടിക്കാറുണ്ട് അപ്പോഴപ്പോഴും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ കളിപ്പിക്കുക എന്ന് പറയുന്നതും, യുണൈറ്റഡിനെ പോലെ ക്ലബ്ബിൽ നമ്മളൊരു ബിൽഡപ്പ് ഫേസിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അതിലിങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പ്ലെയറിനെ കളിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ, അതും കണ്ടിന്യൂസ്ലി 1-2 ഗെയിമൊക്കെ ആണെങ്കിൽ പോട്ടെ, എല്ലാ ഗെയിമിലും 60 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് മിനിമം കളിപ്പിക്കുക എന്ന് പറയുന്നത്
അറിയില്ല. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നാളെ ടെൻഹാഗിന് ഇഷ്യൂ ആയിട്ട് വരാൻ പോകുന്നു. ഞാൻ 100% ടെൻഹാഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എനിക്കങ്ങനെ ടെൻഹാഗിനെതിരെ ഒരു ഇതുമില്ല. പക്ഷേ ടെൻഹാഗിൻ്റെ ഈ ചില ഡിസിഷൻ മേക്കിങ്സ് ആണ്, റാഷ്ഫോർഡ്, മെക്ടോമിനി, അങ്ങനെ 1-2 ആൾക്കാരുണ്ട് പുള്ളിയുടെ ഫേവററ്റ്സ്. അതിനെ പുള്ളി വിട്ടിട്ട് കളിക്കില്ല. പുള്ളിക്കാരൻ ആ ഒരു സൈഡിൽ പുള്ളി വളരെ വളരെ ഒരു കോഷ്യസ് ആണ്. എന്നാൽ അവരെന്ത് ടീമിന് ഓഫർ ചെയ്യുമെന്ന് വെച്ചാൽ അറിയില്ല. പിന്നെ കാസമീറോ ആസ് യൂഷ്വൽ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു എനിക്ക് തോന്നി. ഡിഫെൻസീവിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാസമീറോയ്ക്ക്. അറ്റാക്കിംഗ് മൂവ്സിലെ കാസമീറോ ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നി. നന്നായിട്ട് ബോൾ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാസമീറോ. മൂവ്സൊക്കെ മേക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ല കളിക്കാരനായിരുന്നു കാസമീറോ. മാഗ്വയർ നന്നായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നി. മെഗ്വയറിൻ്റെ പ്രസൻസ് ഇന്നത്തെ പോലത്തെ ഫുള്ളം നല്ലൊരു ഫിസിക്കൽ സൈഡാണ്. അറ്റാക്കിങ്ങിൽ അവർ നന്നായിട്ട് ഫിസിക്കാലിറ്റി യൂസ് ചെയ്യും. ബോക്സിനകത്ത് അവർ നന്നായിട്ട് പുഷ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പം അവർക്ക് ഗ്യാപ്പ് വളരെ കുറവാണ്. അപ്പോൾ അവർ ഫിസിക്കാലിറ്റി മാക്സിമം യൂസ് ചെയ്യും. പുഷ് ചെയ്യാനും ലഞ്ച് ചെയ്യാനും ഒക്കെ അവർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് മെഗ്വയറിനെ പോലുള്ള കളിക്കാർ ഇന്നത്തെ കളിയിൽ വളരെ റെലവൻ്റ്. മെഗ്വയർ ഒരിക്കലും ഒരു മോശം കളിക്കാരനാണെന്ന് ഞാൻ പറയില്ല. മെഗ്വയറിനെ കളിപ്പിക്കാണ്ട് കളിയിൽ കളിപ്പിക്കുക. ഇന്നത്തെ കളി മെഗ്വയർ പക്കയായിരുന്നു. ഇന്നത്തെ കളിയിൽ ഒരുപക്ഷെ ഡെലിറ്റിനെ സബ് ചെയ്തത് കറക്റ്റായിരുന്നു. ഡെലിറ്റിനെ ആദ്യം കളിപ്പിക്കേണ്ടായിരുന്നു. ഡെലിറ്റിനെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും എന്താണെന്ന് മനസ്സിലാക്കാനും കുറച്ച് ടൈം കൊടുത്ത് പതുക്കെ കൊണ്ടുവന്ന് തന്നെയാണ് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് മെഗ്വയർ സ്റ്റാർട്ടിങ് ഇപ്പം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കരുത്. മെഗ്വയറിനെ ഒരു ബാക്കപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം പ്ലേ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു 5 to 6 പീപ്പിളിന് അപ്പുറം കൊടുക്കാൻ പാടില്ല. അതിനപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്കത് ഒരു സുഖ പരിപാടിയായിപ്പോവും. അപ്പോൾ മെഗ്വയറിൻ്റെ ഗെയിം പ്ലേ അത്യാവശ്യം നന്നായിരുന്നു. മോശമെന്ന് പറയില്ല, നന്നായിരുന്നു. അദ്ദേഹം ഒരു നല്ലൊരു ഒരു ബ്രേക്ക് ചെയ്തായിരുന്നു. ഒരു അറ്റാക്ക് 2 against 1 മെഗ്വയർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അതിപ്പോൾ ഒരു പക്ഷേ ഗോളായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഡ്രോയോ 1-0 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. 1-0 ഫുള്ളം ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മെഗ്വയർ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് ഡാലോ ലെഫ്റ്റ് വിങ് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ലെഫ്റ്റ് വിങ്ങർ വേണം. ലൂക്ക് ഷോയുടെ കാര്യം എനിക്കറിയാം. ലൂക്ക് ഷോ എപ്പോഴും ഇഞ്ചോർഡാണ്. നമുക്ക് നല്ലൊരു ലെഫ്റ്റ് വിങ്ങർ വേണം. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇനിയിപ്പോൾ ലെഫ്റ്റ് വിങ്ങറിൻ്റെ പുറകെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാർക്കോ സിൽവ നല്ലൊരു കോച്ചാണ് കേട്ടോ. അദ്ദേഹം അത്യാവശ്യം ഫുള്ള് നന്നായിട്ട് കളിച്ചു. ഹിംനസ് ഉണ്ടായിരുന്നു, മറ്റേ മസിലുകാരനുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്തോ ആ പുള്ളിക്കാരൻ്റെ വിങ്ങിലും മറ്റേ മസിലൊക്കെ പിരിപ്പിച്ച് ഓടുന്നൊരു കളിക്കാരുണ്ട്. പുള്ളി പേര് ഞാൻ വിട്ടുപോയി. പുള്ളി എപ്പോഴും ഉണ്ടല്ലോ പഴയ ഊൾസിലെ കളിക്കാരൻ. പേര് ഞാൻ വിട്ടുപോയി. പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് ഓർമ്മ വന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പുള്ളി അത്യാവശ്യം ഡേഞ്ചറസ് ആയിരുന്നു. കുറേ റണ്ണ് മേക്ക് ചെയ്തു. പക്ഷേ പുള്ളി നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് പുള്ളി കണ്ടെയ്ൻ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ കളിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റം ഇപ്പോൾ ജയിച്ച ഒരു മൊമെൻറ്റം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ഓവറായിട്ട് സെലിബ്രേഷൻ ഒരുപാട് ഭയങ്കര കപ്പടിച്ച പോലെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാതെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ സീസണിൽ അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയും. ടോപ്പ് 4 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ടോപ്പ് 4 എത്തിയാൽ മതി എങ്ങനെയെങ്കിലും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഇപ്രാവശ്യത്തെ സീസണിൽ എങ്ങനെയെങ്കിലും എത്തിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്ക് ഉഗാട്ടയുടെ കാര്യം അറിയില്ല. ഉഗാട്ട വരുമെന്ന് പറയുന്നു, ഓഫാണെന്ന് പറയുന്നു, വീണ്ടും വരുമെന്ന് പറയുന്നു. ഒന്നും ഫിക്സ് ആയിട്ടില്ല ഉഗാട്ടയുടെ കാര്യം. ഫീസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. മെക്ടോമിനി ഔട്ട് ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അതും പാടാണ്. മെക്ടോമിനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പുള്ളിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ എപ്പോഴും കളിക്കാനൊക്കെ പറ്റുന്നില്ല. അപ്പോൾ പുള്ളിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതും ഒക്കെ കൺസിഡർ ചെയ്യുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു മാൻ യുണൈറ്റഡിൻ്റെ ഇന്നത്തെ കളി. സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ പെർഫോമൻസിൽ. എൻഗേജിങ് ആയിരുന്നു. ഗെയിം വാസ് എൻഗേജിങ്. അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഒരു പുഷ് ഗെയിം അല്ലെങ്കിൽ ഒരു അവസാനം വന്ന് കുറേ ഡിഫെൻസീവ് ലൈനിലൊക്കെ കളിച്ചിട്ട് അവസാനം വന്നൊരു ഗോളടിച്ച് ജയിക്കുന്ന മാതിരിയല്ല. ത്രൂ ഔട്ട് അറ്റാക്കിംഗ് മൊമെൻറ്റം ഉണ്ടായിരുന്നു. കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് കളിച്ചു. അതൊരു പറയേണ്ട കാര്യം തന്നെ. അത് ഈവൻ ഗ്രാൻഡായിട്ട് വരേണ്ട ഒരു സാധനമാണ്, പക്ഷേ പലപ്പോഴും കാണാറില്ല. പക്ഷേ ഇന്നത്തെ കളി കണ്ടു. ഇൻ എ വേ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ യുണൈറ്റഡ്. നമുക്കിത് കീപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 4-ലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകും തോറും എന്താണ്, ഇനി നമുക്ക് കുറച്ച് സൈനിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉഗാർട്ടെ വരേണ്ടതായിട്ടുണ്ട്. മസ്റ്റാണത്. കാരണം യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ ഇപ്പോഴും ഹോൾസ് ഉണ്ട്. ഒരുപാട് മിഡ്ഫീൽഡ് ഇഷ്യൂ നമുക്കിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡായിട്ട് മാറിയിട്ടില്ല. അതിൻ്റെ ഒരു സൈനാണ് നമ്മൾ കൂടുതലും വിങ് പ്ലേ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേയ്സ്, താങ്ക്സ് എവരി വൺ. നമുക്കിനി അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ കാണാം. ഹോപ്പ്ഫുള്ളി ടേക്ക് കെയർ.